അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടകങ്ങളിലെ ജനാധിപത്യം എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വെച്ച് നടത്തിയ ചർച്ചയുടെ ഉദ്ഘാടനം കൗൺസിലറും കൊച്ചി നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീബ ലാൽ നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടകങ്ങളിലെ ജനാധിപത്യം എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചത്. കൗൺസിലറും കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർപേഴ്സണുമായ ഷീബ ലാൽ ചർച്ച ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആ വനിതകൾ എന്ന നിലയിൽ വളരെ സ്നേഹിച്ച് സഹകരിച്ചു പോയിട്ടുള്ളതാണ്. ഒരു മേൽക്കോയ്മ ആരുടെയും ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ അനുഭവിക്കേണ്ടത്. എനിക്ക് 3 മക്കളാണ്, അവരുടെ വിവാഹം കഴിഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്റേടി എന്നുള്ളൊരു വാചകം എന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനതിനൊരു അർത്ഥം കണ്ടെത്തിയത് പിന്നെ നമ്മളുടെ തന്റേതായ ഇടം കണ്ടെത്തുന്നവൾ ആരാണോ അവളാണ് തന്റേടി. സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വനിതാവേദി പ്രസിഡന്റ് ധർമ്മവതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി സുസ്മിത മേനോൻ മോഡറേറ്ററായിരുന്നു. ജനാധിപത്യം ഒരു ജീവിത രീതിയും സംസ്കാരവുമാണെന്നും അത് പരിശീലിക്കേണ്ടത് സ്വന്തം വീട്ടിനകത്ത് നിന്നാണെന്നും വീട്ടിലുള്ള ഓരോരുത്തർക്കും അവരുടേതായ ഇടം അനുവദിച്ചു കൊടുക്കുകയും പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കേണ്ടതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു വന്നു. ഗിരിജ കാരുവള്ളിൽ, കവിത ഹരികുമാർ, PG കുസുമം, KG സിന്ധു, NP ശാലിനി, ലളിത സിദ്ദിഖ്, സമ്മദ് പനയപ്പിള്ളി, ബെന്നി സേവ്യർ, വർഗീസ് T തോമസ്, രമേശ് അമരാവതി, സീന മാധവൻ, ഹാരിസ് അബു, PS വർഗീസ്, പ്രമീള ചന്ദ്രശേഖരൻ, KA വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 5000 സ്ത്രീകള് മാർച്ച് ചെയ്തു ഒരുമിച്ച്. എന്തിനു വേണ്ടി? തുല്യമായ അവകാശങ്ങൾക്ക് വേണ്ടി. തുല്യമായ വേതനം വേണം, തുല്യമായ അവസരങ്ങൾ വേണം, അത് മാത്രമല്ല വോട്ടവകാശം വേണമെന്ന്. അതിനെ തുടർന്ന് ഉണ്ടായ പല ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് നമ്മൾക്കെല്ലാം ഇന്ന് ഇവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് കൂടിയിരിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 എന്നുള്ളത് പ്രഖ്യാപിച്ചത് UN 1978-ലാണ്. പിന്നീട് സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള പല പ്രവർത്തനങ്ങളും UN-ന്റെ നേതൃത്വത്തിൽ നൽകി. മാർച്ച് 8 എന്ന് തീർച്ചപ്പെടുത്തിയത് UN ആണ്. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം തുറന്നു ചോദിക്കാം. വനിതകൾ തന്നെയാണ് ശത്രുക്കൾ. അതല്ലാതെ ആർക്കെങ്കിലും അതിനെ എതിർക്കാൻ ശക്തിയല്ല. കേട്ടോ, കാരണ സഹിതം ഞാൻ പറഞ്ഞു. നമ്മൾ തന്നെയാണ് നമ്മളെ ശത്രുക്കൾ, വേറെ ആരുമല്ല. ഒരാൾക്ക് മനസ്സറിഞ്ഞ് മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാൻ എത്ര പേർക്ക് സാധിക്കും? സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾക്ക് നല്ലൊരു മനസ്സ് വേണം. മനസ്സാണ് നമ്മുടെ ആദ്യം ശരിയാക്കി എടുക്കേണ്ടത്. മനസ്സും പ്രവൃത്തിയും ഒരേപോലെ വരണം. അല്ലാണ്ട് വാക്കുകൾ നമ്മൾക്ക് പ്രസംഗിച്ച് അങ്ങേറ്റം പോകാം. പക്ഷെ ഇവിടെ പലരും മക്കളെ പഠിപ്പിക്കുന്ന കാര്യം, മക്കളെ നേരെയാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളിലെ ജനാധിപത്യമാണല്ലോ വിഷയം. എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മള് വളരെ മുന്നോട്ട് പോയി, വളരെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയി എന്ന അഭിപ്രായക്കാരാണ്. കാരണം ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമായി. കാരണം ഇന്ന് വനിതാ ദിനമാണ്. അത് മാത്രമല്ല, വീട്ടകങ്ങളിലെ ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് വനിതകൾക്ക് തന്നെയാണ്. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വീട്ടകങ്ങളിലെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രായവും ഇത് വെച്ചിട്ടുള്ള എന്റെ കാഴ്ചപ്പാട്. അതിൽ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, വീട്ടകങ്ങളിലുള്ള കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.